എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന, അതായത് ആ ഷീൽഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സായിയോട് ഹിഗൻ മാരി മരിച്ചുപോയി സായി, അവളെ കൊല്ലാൻ ആൾക്കാരെ പറഞ്ഞു വിട്ടത് യമാജിയാണോ? അപ്പൊ സായി തിരിച്ച് ഹിഗനോട് അസോസിയേഷനെ പറ്റിച്ച് ഒളിച്ചു താമസിക്കാൻ ആർക്കും കഴിയില്ല, നീയും വൈകാതെ തന്നെ മരിക്കും എന്ന് പറഞ്ഞ് സായി അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു പോകുന്നു. ഇതേ സമയത്ത് മൈക്ക് ഡാർക്ക് വെബിൽ ഓസയെ കുറിച്ച് പോസ്റ്റ് ഇട്ട ജേസൺ കാർട്ടൻസ് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാൻ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് വരുന്ന മൈക്കിനവിടെ ഓസയെ കുറിച്ച് അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തൊരു മനുഷ്യൻ ഇതേപോലൊരു സ്ഥലത്ത് വന്ന് താമസിക്കുമോ എന്ന് പറഞ്ഞ എമ്മയോട് ചോദിക്കുമ്പോൾ അവൻ ആ സ്ഥലത്ത് തന്നെയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ FBI പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് അവരുടെ ഒരു കണ്ണ് നിങ്ങളുടെ മേലെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ എമ്മ കോള് കട്ട് ചെയ്തു. ശേഷം ആ സ്ഥലത്ത് ഒളിച്ചു താമസിക്കുന്ന ജേസൺ കാർട്ടൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ മൈക്ക് കണ്ടുപിടിച്ചു. ഇവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനില് ഓസ സിറ്റിയിലേക്ക് വന്ന ഹിഗനെ കൊല്ലാൻ യമാജിയും അയാളുടെ ആൾക്കാരും ചേർന്ന് പ്ലാൻ ചെയ്യുന്നതാണ്. നേരത്തെ ഹിഗൻ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ തകർത്ത് എങ്ങനെയാണ് അകത്തേക്ക് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഓസ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഹിഗൻ പുറത്തേക്ക് പോയിട്ടില്ല. അവന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അവനെ ഓസ സിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് അവനെ ട്രാപ്പ് ചെയ്ത് കൊല്ലാനാണ് ഇവരുടെ പ്ലാൻ. ഇപ്പൊ ഇവര് ഹിഗനെ ട്രാപ്പ് ചെയ്ത് കൊല്ലാൻ തീരുമാനിച്ച ഈ പ്ലാൻ ഉടനെ തന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള ഹിഗനെ മിസ്റ്റർ നിഞ്ച വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹിഗൻ ആവട്ടെ ഇനിയും കാത്തു നിൽക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് യമാജിയെയും അവനെ സഹായിക്കുന്ന ആൾക്കാരെയും കൊല്ലണമെന്ന് പറയുന്നു. അപ്പൊ മിസ്റ്റർ നിഞ്ച അവനോട് നീ ഇപ്പൊ എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട, അവരുടെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള നിഞ്ചാസ് നിന്നെ കൊല്ലാൻ വരുന്നത്, അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അപ്പൊ ചെയ്തോ. തൽക്കാലം രാത്രി 7 മണി വരെ കാത്തിരിക്കെ. അടുത്ത സീനിൽ കാണിക്കുന്നത് ജേസൺ കാർട്ടനസിനോട് സംസാരിക്കുന്ന മൈക്കിനെയാണ്. അതേ സ്ഥലത്ത് അയാൾക്ക് ടെക്നിക്കലി ഹാക്ക് ചെയ്യാൻ ഒരു വലിയ സെർവർ റൂം ഉണ്ട്. ആ സമയത്ത് മൈക്ക് ആ റൂം കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ സമയം രാത്രി 7 മണിയായി. മിസ്റ്റർ നിഞ്ച പറഞ്ഞു കൊടുത്തത് പ്രകാരം ഈ സമയത്താണ് അവർ ഹിഗനെ കൊല്ലാൻ വരുന്നത്. ഇപ്പൊ ഹിഗൻ അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറയൊക്കെ നോക്കുന്ന ആൾക്കാരെ അടിച്ചിട്ട് ആരും കാണാതെ ഓസ സിറ്റിയിലേക്ക് കയറാനുള്ള ടണലിലേക്ക് അവൻ കയറി. പക്ഷേ അവൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യമാജിയും അയാളുടെ ആൾക്കാരും കാണുന്നുണ്ട്. ഇപ്പൊ അണ്ടർഗ്രൗണ്ടിലേക്ക് വന്ന ഹിഗൻ കാണുന്നത് അവനെ കൊല്ലാൻ വന്നിരിക്കുന്ന ഒരുപാട് നിഞ്ചാസിനെയാണ്. പിന്നെ അങ്ങോട്ട് ഒരു ഒന്നൊന്നര ഫൈറ്റ്. അവനെ കൊല്ലാൻ വന്ന ഓരോ നിഞ്ചാസിനെയും വെട്ടിയും കുത്തിയും പല രീതിയിലും അവൻ ഓരോരുത്തരായിട്ട് കൊന്നു. ഒരുത്തനെ പിടിച്ച് അവന്റെ വായിൽ ബോംബ് കുത്തിക്കയറ്റി അവരുടെ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത് പൊട്ടിച്ചു. ഇവിടെ ഇപ്പൊ മൈക്ക് ഓസയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ ജേസനെ ഉപയോഗിച്ച് ഓസയുടെ കാര്യങ്ങൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ജേസൺ മൈക്കിനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ജേസൺ ഓസയുടെ ഒരു എംപ്ലോയി ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ അവന്റെ ജോലി നഷ്ടപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ട് ജേസൺ ഓസയുടെ മേലെ പകയുണ്ട്. അവിടെ നടക്കുന്ന വെപ്പൺ ഡീലിങ്ങിനെ പറ്റിയും ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ പറ്റിയും ജേസൺ അറിയാം. പക്ഷെ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു തെളിവ് അവന്റെ കയ്യിലില്ല. സോ മൈക്കിന്റെ കൂടെ ചേർന്ന് ഓസയ്ക്കെതിരെയുള്ള തെളിവുകൾ അവർ ശേഖരിച്ചാൽ അവൻ അവരുടെ മേലെയുള്ള പക വീട്ടാൻ പറ്റും. അതുകൊണ്ടാണ് അവൻ ഓസയുടെ സെർവർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച് മൈക്കിനെ സഹായിക്കുന്നത്. പക്ഷേ ജേസൺ എന്ത് ചെയ്തിട്ടും അവരുടെ സെർവർ ഹാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അത് അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള സെർവറാണ്. പണ്ടാരം ഇവരുടെ സെർവറിലേക്ക് എനിക്ക് കയറാൻ കഴിയുന്നില്ല. മൈക്ക്, നിങ്ങളോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഇവരുടെ സെർവർ എനിക്ക് മുഴുവനായിട്ടും ഹാക്ക് ചെയ്യാനൊന്നും കഴിയില്ല. എനിക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മൈക്ക് മതി, എന്തെങ്കിലും ചെറിയ തുമ്പ് കിട്ടിയാൽ മതി, അവരെ പൂട്ടാനുള്ള എന്തെങ്കിലും ചെറുത്. ജേസൺ അവരുടെ മെയിൻ ആയിട്ടുള്ള സെർവർ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ അതിലേക്കുള്ള ആക്സസ് കിട്ടുന്നില്ല. പക്ഷെ അവരുടെ ഇന്റേണൽ നെറ്റ്വർക്ക് സെർവറിന്റെ ആക്സസ് അവന് കിട്ടി. അതിലെ ഒട്ടുമിക്ക എല്ലാ ഡീറ്റെയിൽസും അവൻ ഹാക്ക് ചെയ്തെടുത്തു. അവർക്കിപ്പോ കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം ഓസ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരുപാട് വ്യാജമായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ. അതിലുള്ള പേരുകൾ മുഴുവൻ ഫേക്ക് ആണ്. അപ്പൊ മൈക്ക് അതിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ കൂട്ടത്തിൽ എമ്മയുടെ പേര് കണ്ടു. എമ്മ സമാൻഡ. അവളുടെ പേര് എങ്ങനെ അതിൽ വന്നു എന്ന് അവന് മനസ്സിലാവുന്നില്ല. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പേരുകളുടെ കൂട്ടത്തില് അതിൽ എമ്മയുടെ പേരും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അവർ ഓസയുടെ സെർവർ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഓസയിലെ ആൾക്കാർ അവരെ കൊല്ലാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ആ സ്ഥലത്തേക്ക് വന്നു. പക്ഷെ മൈക്ക് ജേസനെയും കൂട്ടി അവിടേക്ക് അവരെ കൊല്ലാൻ വന്ന ആൾക്കാരെയും കബളിപ്പിച്ച് ഒരു കാർ എടുത്ത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അവരുടെ പുറകെ തന്നെ അവരെ പിടിക്കാൻ ആ ആൾക്കാരും വരുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്ന വലിയൊരു ചേസിംഗില് മൈക്ക് അവന്റെ ഗണ്ണുകൊണ്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അവരുടെ കാറും ആക്സിഡന്റ് ആയി മറിഞ്ഞു വീഴുന്നുണ്ട്. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനില് ഹിഗനെ കൊല്ലാനെത്തിയ എല്ലാ നിഞ്ചാസിനെയും അവൻ ഒന്നിനെ പോലും വിടാതെ കൊന്നു. എന്നിട്ട് അവൻ ലിഫ്റ്റിൽ കയറി യമാജിയെ കൊല്ലാൻ വേണ്ടി മുകളിലേക്ക് പോകുമ്പോൾ അവന്റെ മനസ്സിൽ മുഴുവൻ അവന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും മുഖമാണ്. അവരെ ഓർക്കുന്ന ഹിഗന് വീണ്ടും വീണ്ടും അവന്റെ പക കൂടി വന്നു. ചോര പുരണ്ട കത്തിയുമായിട്ട് മുകളിലേക്ക് എത്തിയ ഹിഗനെയും കാത്ത് അവിടെ യമാജിയുടെ കൂടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള 4 നിഞ്ചാസ് നിൽക്കുന്നുണ്ട്. പക്ഷെ 4 പേർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു സൂട്ട് ഉണ്ട്, ഒരു തരം റോബോട്ടിക് ആയിട്ടുള്ള ഒരു സൂട്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ട കുള്ളന്റെ പേരാണ് ലിൽ. ആ കൂട്ടത്തിലെ ഒരു ലേഡിയുടെ പേര് ഡില്ലി. പിന്നെ തല നീണ്ട ഒരുത്തിന്റെ പേര് ബിഗ് ഡി. അതുപോലെ മറ്റൊരാൾ ആസ്ക. ഇവര് 4 പേരും ചേർന്ന് ഇപ്പൊ ഹിഗനെ കൊല്ലാൻ വന്നതാണ്. അതായത് ഹിഗനെ ഇങ്ങോട്ട് വരുത്തിയത് അവരുടെ പ്ലാനാണ്. എല്ലാത്തിനും കൂട്ടം കൂടി ചേർന്ന് അവനെ കൊല്ലാൻ. ആ സമയത്ത് അവിടേക്ക് ഹിഗനെ കൊല്ലുന്നത് കാണാൻ ഒരു പ്ലെയിനിൽ അവിടേക്ക് യമാജിയും വന്നു. യമാജിയെ കണ്ടപ്പോ കൊല്ല വെറിയില് അവൻ ബാക്കിയുള്ളവരെ നോക്കാതെ പെട്ടെന്ന് പ്ലെയിനിന്റെ അകത്തുള്ള യമാജിയെ പിടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ മറ്റ് 4 നിഞ്ചാസും സാധാരണക്കാരല്ല. പ്രത്യേകിച്ച് അവരൊരു സ്പെഷ്യൽ സൂട്ട് ഒക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അവരെ പെട്ടെന്ന് തൊടാൻ കഴിയില്ല. ആ പ്രത്യേകം സൂട്ട് ധരിച്ച 4 പേരും ഹിഗനെ മാറി മാറി തൂക്കിയെടുത്ത് അടിച്ചു. ആ സമയത്ത് തിരിച്ച് ഹിഗനെ അവരെ എത്ര അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അവരുടെ മേലെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. അവൻ തന്റെ നിഞ്ച ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് പോലും അവൻ അവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവൻ തന്റെ സീക്രട്ട് ആർട്ട് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനു മുമ്പ് ഒരു തവണ അവൻ ഈ പവർ യൂസ് ചെയ്ത സമയത്ത് അവൻ ഏറെക്കുറെ മരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരുന്നു. അന്ന് അവനോട് നീ ഇനി ഈ പവർ യൂസ് ചെയ്യരുത്, ഈ പവർ നീ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്താൽ അത് നിന്നെ കൊല്ലും എന്ന് അവനെ നോക്കിയിരുന്ന ഡോക്ടർ അവനോട്
പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ആ പവർ യൂസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവൻ അവസാനമായിട്ട് ആ പവർ യൂസ് ചെയ്യാൻ വേണ്ടി അവന്റെ കയ്യിലുള്ള നീഡിൽ വലിച്ചൂരി അവന്റെ ഷോൾഡറിലേക്ക് കുത്തിയിറക്കി. അങ്ങനെ അവൻ ആദ്യത്തെക്കാൾ പവർഫുൾ ആയിട്ട് മാറി. സൂട്ട് ധരിച്ച 4 നിഞ്ചാസിനെയും അവൻ വളരെ വിദഗ്ധമായിട്ട് പല ഭാഗത്തുനിന്നും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഹിഗന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവര് ഹിഗനെ പിടിച്ച് നിലത്തേക്കിട്ട് ചവിട്ടി കൂട്ടി. അപ്പൊ ആ സമയത്ത് നിലത്ത് കിടക്കുന്ന ഹിഗന്റെ അടുത്തേക്ക് സായി വന്നു. നിനക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? നിന്റെ മരണം അത് അടുത്തു കഴിഞ്ഞു എന്ന് സായി അവനോട് പറയുമ്പോ ഹിഗൻ അവിടെ അപ്പോഴും യമാജിയെ കൊല്ലാനുള്ള ദേഷ്യത്തില് അവനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്ന് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ സായി അവനെ തട്ടി താഴെയിട്ടു. എന്നിട്ട് അവന്റെ കട്ടാന പുറത്തെടുത്ത് ഹിഗന്റെ കഴുത്തിന് വെച്ച് അവനെ കൊല്ലാൻ പോവാണ്. അങ്ങനെ സായി ഹിഗന്റെ കഴുത്ത് മുറിക്കാൻ കട്ടാനെ ആഞ്ഞു വീശിയതും പെട്ടെന്ന് അവരാരും പ്രതീക്ഷിക്കാതെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ആൾക്കാരിൽ ഒരു നിഞ്ച ഹിഗനെയും തൂക്കിയെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് പോലും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അവരുടെ കൂട്ടത്തിൽ തന്നെ സൂട്ട് ധരിച്ചൊരു നിഞ്ച അവര് കൊല്ലാൻ പോകുന്ന ഹിഗനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. പോരാത്തതിന് ബാക്കിയുള്ള ആരും പുറകെ വരാതിരിക്കാൻ മറ്റ് സൂട്ട് ധരിച്ച 3 നിഞ്ചസിന്റെ സൂട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് അവരുടെ സൂട്ടിലെ പവർ കട്ട് ചെയ്തു. അതുപോലെ സായിയുടെ നേർക്കൊരു ബോംബും തൂക്കിയെറിഞ്ഞ് ആ നിഞ്ച ഹിഗനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് നേരത്തെ ആക്സിഡന്റ് സംഭവിച്ച ഭാഗത്തേക്ക് കാണിക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന മൈക്കും ജേസണും രക്ഷപ്പെട്ടു. അവർക്ക് ആ അപകടത്തിൽ ചെറിയ പരിക്ക് പറ്റിയെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഇപ്പൊ ആ നിഞ്ച ഹിഗനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അവൻ എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ശേഷം അവന്റെ ബോധം പതിയെ നഷ്ടപ്പെട്ട് കണ്ണടിഞ്ഞു പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.